വെൽക്കം ടു കേസ് മെൻറ്റർ. ഫെബ്രുവരി 3-ാമത്തെ ആഴ്ചയുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സാണ് നമ്മളിതിൽ നോക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന പ്രധാനപ്പെട്ട ഇവൻറ്റ്സും അതിൽ നിന്ന് നമുക്ക് മത്സര പരീക്ഷകൾ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ടർമോയിൽ മ്യാൻമാർ എന്നുള്ളതാണ്. മ്യാൻമാർ നമുക്കറിയാം ബർമ എന്നറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ മ്യാൻമാർ എന്ന നമ്മുടെ ഈസ്റ്റേൺ സൈഡിൽ ഉള്ള ഒരു രാജ്യമാണ്, നമ്മുടെ നൈബറാണ്. മ്യാൻമാറിൽ ഇപ്പം സംഭവിക്കുന്നത് എന്താണ്? മ്യാൻമാർ എന്ന് പറയുന്ന രാഷ്ട്രം 2011 വരെ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ കീഴിലുള്ള ഒരു രാജ്യമാണ്. 2011 ശേഷം ഓങ് സാൻ സൂക്കി എന്ന് പറയുന്ന ഒരു ലീഡറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് നിലവിൽ വരുന്നു. ഈ കഴിഞ്ഞ നവംബറിൽ വീണ്ടും ഒരു ജനറൽ ഇലക്ഷൻ നടക്കുന്നു. അതിൽ വീണ്ടും ഓങ് സാൻ സൂക്കിയുടെ പാർട്ടിയായ NLD, നാഷണൽ ലീഗ് ഓഫ് ഡെമോക്രാറ്റിക് പാർട്ടി, വീണ്ടും വിജയിക്കുന്നു. 80% മേളിൽ വോട്ട് അവർ നേടുന്നു. ഇത് മിലിറ്ററി ലീഡർഷിപ്പിന് ഇഷ്ടപ്പെടുന്നില്ല, അവർ ഒപ്പോസിഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ ഒരു ഇലക്ഷനിൽ ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് അവർ വീണ്ടും ഭരണം പിടിച്ചെടുക്കുന്നു. അതാണ് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ടർമോയിലിന് കാരണമായിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഓങ് സാൻ സൂക്കിയുടെ സപ്പോർട്ടേഴ്സാണ് ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നമ്മൾ ഫാം ലോസിനെതിരായിട്ട് നടന്ന പ്രക്ഷോഭത്തിന് സമാനമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റാണ് ഇപ്പോൾ മ്യാൻമാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് എല്ലാം ഇതിനെതിരെ അപലപിച്ചിട്ടുണ്ട്. വേൾഡ് ബാങ്ക് പറയുന്നത് അവരിപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല പ്രോജക്ട്സും ഉണ്ട്, അതിനുള്ള ഫണ്ടിങ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ലോകമൊട്ടാകെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പരീക്ഷാ പെർസ്പെക്റ്റീവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അവിടെ ഇപ്പോൾ NLD അല്ലെങ്കിൽ നാഷണൽ ലീഗ് ഓഫ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നതാണ് ആ ഡെമോക്രാറ്റിക്കിൽ വന്ന പാർട്ടി. അതിൻ്റെ നേതാവാണ് ഓങ് സാൻ സൂക്കി എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു. ഇന്ത്യയും മ്യാൻമാറും തമ്മിൽ കൂടിച്ചേർന്ന് നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് കലാധൻ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണ് ഈ ഒരു പശ്ചാത്തലത്തിൽ, അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആരാന്ന് ഓർത്തിരിക്കുക, സുബ്രഹ്മണ്യം ജയ്ശങ്കർ ആണ്. നമ്മൾ ആ ഫുൾ നെയിം തന്നെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക, സുബ്രഹ്മണ്യം ജയ്ശങ്കർ. കാരണം ചില എക്സാംസിന് നമ്മൾ സുബ്രഹ്മണ്യം എന്ന ആ പദത്തിന് പകരം വേറെ S വെച്ച് തുടങ്ങുന്ന പല പദങ്ങളും പിന്നെ ജയ്ശങ്കർ എന്ന ചോയ്സസ് കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഫുൾ നെയിമായിട്ട് തന്നെ സുബ്രഹ്മണ്യം ജയ്ശങ്കർ എന്ന് തന്നെ നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെ മ്യാൻമാറുമായിട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട റീസെൻ്റിലുള്ള ഇഷ്യൂ നമുക്കറിയാം, റോഹിംഗ്യൻ ഇഷ്യൂ. റോഹിംഗ്യൻ ഇഷ്യൂ എന്ന് പറയുന്നത് അവിടെയുള്ള റഖിൻ പ്രോവിൻസ് എന്ന് പറയുന്ന ആ ഏരിയയിലുള്ള ഒരു പോപ്പുലേഷന് അല്ലെങ്കിൽ റോഹിംഗ്യൻസിനെ അവർ മിലിറ്ററി ലീഡർഷിപ്പ് അല്ലെങ്കിൽ അവർ അവിടെ തുരത്തി ഓടിക്കുകയുണ്ടായി. അത് ഒരു വളരെ വ്യാപകമായിട്ടുള്ള ഒരു മൈഗ്രൻസ് എന്ന ഇഷ്യൂ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിലും അതിന് ഒരുപാട് മൈഗ്രൻസ് വന്നു, അത് ഒത്തിരി ചർച്ചകളിൽ വന്നു. ബംഗ്ലാദേശിൽ ഒത്തിരി പേര് അഭയാർത്ഥികളുണ്ടായി. അപ്പോൾ ആ ഒരു ഇഷ്യൂ ആണ് റോഹിംഗ്യൻ ഇഷ്യൂ. നമ്മളത് മ്യാൻമാർ ഈ പശ്ചാത്തലത്തിൽ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ കലാധൻ പ്രോജക്റ്റിനെ പറ്റി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. കലാധൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് 2014 തീരേണ്ടിയിരുന്ന ഒരു പ്രോജക്റ്റാണ് ആസ് പെർ അതിൻ്റെ ഒറിജിനൽ പ്ലാൻ. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ട് 2020 കൊണ്ട് തീരും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഒരു അവസാനത്തെ സ്റ്റേജിലാണ്. അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിൻ്റെ ഉത്തരം പറയുകയാണ് സുബ്രഹ്മണ്യം ജയ്ശങ്കർ ആ ഒരു പ്രസ് മീറ്റിൽ ചെയ്തത്. അപ്പോൾ കലാധൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ മ്യാൻമാറും ചേർന്നിട്ടുള്ള ഒരു ജോയിൻറ്റ് പ്രോജക്റ്റാണ്. $484 മില്യൺ ആണ് അതിൻ്റെ ചിലവായിട്ട് കണക്കാക്കപ്പെടുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ മ്യാൻമാർ അയൽ രാജ്യങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യക്ക് നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള കണക്ടിവിറ്റി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യക്കുള്ള നേട്ടം എന്ന് പറയുന്നത്. ഇന്ത്യക്ക് മേളിൽ നോക്കുവാണെങ്കിൽ നേപ്പാൾ, ഭൂട്ടാൻ സൈഡിലൂടെ ചിക്കൻ നെക്സ് കോറിഡോറിലൂടെയാണ് നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്കുള്ള പ്രവേശനം കിട്ടുന്നത്. ഇപ്പോൾ ഇൻ കേസ് ചൈന അത് അറ്റാക്ക് ചെയ്ത് പിടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയുള്ള പ്രവേശനം കംപ്ലീറ്റ് കട്ട് ചെയ്യാനും ചൈനയ്ക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് ആക്സസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രയത്നമാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ കലാധൻ പ്രോജക്റ്റിൽ എന്ന് പറഞ്ഞാൽ കൊൽക്കട്ട പോർട്ടിൽ നിന്ന് സിറ്റവേ പോർട്ട്, മ്യാൻമാറിലെ സിറ്റവേ പോർട്ടിലേക്ക് കടൽ മാർഗമുള്ള കണക്ടിവിറ്റി വരുന്നു. അതിനുശേഷം സിറ്റവേയിൽ നിന്ന് പലേറ്റ്വ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കലാധാൻ റിവർ വഴിയുള്ള ഒരു കണക്ടിവിറ്റി വരുന്നു. പലേറ്റ്വായിൽ നിന്ന് പിന്നെ ഐസ്വാളിലേക്ക് റോഡ് മാർഗമുള്ള, ഇന്ത്യയിലാണ് ഐസ്വാൾ വരുന്നത്, മിസോറാമിലാണ്. ആ കണക്ടിവിറ്റി റോഡ് മാർഗവും വരുന്നു. ഇങ്ങനെയാണ് ആ കണക്ടിവിറ്റി വരുന്നത്. ഇത് പല മോഡ്സിലൂടെ നടക്കുന്നതുകൊണ്ടാണ് ഇതിനെ മൾട്ടി മോഡൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ കലാധൻ പ്രോജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി അടുത്ത ന്യൂസ് നോക്കാം. അടുത്തിടെ നടന്ന ഒരു
ഫയർ ആക്സിഡൻ്റ് ആണ്. ഫയർ വർക്സ് ഈ ക്രാക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. തമിഴ്നാട്ടിലെ വിരുധനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സംഭവിച്ചത്. 15ഓളം വ്യക്തികൾ അതിൽ മരിക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓർക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്, ആരാണ് ഈ ക്രാക്കേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷനെ എല്ലാം നിയന്ത്രിക്കുന്ന ബോഡി ആരാണ്? ഗവൺമെൻറ്റിൻ്റെ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷനാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസും ഇതിനുള്ള നിയമങ്ങളും എല്ലാം സജസ്റ്റ് ചെയ്യുന്നത്. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷനാണ്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിലാണ് പെസോ എന്നറിയപ്പെടുന്ന പെട്രോളിയം എക്സ്ക്ലൂസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ വരുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കും. ഹൈദരാബാദിലാണ് പെസോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നത്? അത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒത്തിരി ഫയർ ക്രാക്കിംഗ് ഇങ്ങനത്തെ MSMEs അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങൾ നമുക്ക് ഈ ശിവകാശി അല്ലെങ്കിൽ ആ ഏരിയാസിലെല്ലാം നമുക്ക് തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കും. പലതും അൺലൈസൻസ്ഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അങ്ങനെ ഒത്തിരി യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പെസോയുടെ ഒരു പ്രധാന പരിമിതി എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ കുറവാണ്. അപ്പോൾ അവർക്ക് എല്ലാ സ്ഥലത്തും പോയി ചെക്ക് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അൺലൈസൻസ്ഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഒത്തിരി തമിഴ്നാട്ടിൽ നമുക്ക് കാണാം. പിന്നെ ലൈസൻസ് ഉള്ള ആൾക്കാർ തന്നെ കീഴിൽ അവരുടെ സബ്ലീസ് ആയിട്ട് ഒത്തിരി യൂണിറ്റ്സ് കൊടുക്കുന്നു. അപ്പോൾ ഒരു വീട് തോറും പലരും ഇങ്ങനെ ഇത്തരത്തിൽ സബ്ലീസിനെടുത്ത് ചെയ്യുന്നു. അവർക്ക് ആക്ച്വലി ലൈസൻസ് ഇല്ല, അവരുടെ എക്സ്പെർട്ടീസും ഇല്ല, സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെ എടുക്കണമെന്നും അറിയത്തില്ല. ആ രീതിയിലുള്ള പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതും പിന്നീട് അപകടങ്ങളിലേക്ക് കാരണമാകും. പിന്നെ പീസ് റേറ്റ് സിസ്റ്റത്തിലാണ് ഇതിൻ്റെ പ്രോഫിറ്റ് ഇവർക്ക് കിട്ടുന്നത്. പ്രോഫിറ്റ് മീൻസ് ഇവരുണ്ടാക്കുന്ന, ഇപ്പോൾ സപ്പോസ് ഒരു പടക്കത്തിന് 1 രൂപ എന്ന നിലയിലായിരിക്കും ഇവർക്ക് അതിൽ കൂലിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ അവർ മാക്സിമം നമ്പർ ഓഫ് പടക്കങ്ങൾ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ക്രാക്കേഴ്സ് ഉണ്ടാക്കാൻ നോക്കുമ്പോഴത്തേനും, നമ്പർ കൂട്ടാൻ നോക്കുമ്പോഴത്തേനും അതിൽ അവർക്ക് സേഫ്റ്റി മെഷർ അത്രത്തോളം അവർക്ക് എൻഷുർ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കത്തില്ല. പെട്ടെന്ന് നമ്പർ കൂട്ടാനായിട്ട് നോക്കും. അപ്പോൾ ആ ലെവലിൽ കിടക്കുന്നതുകൊണ്ടാണ് അവർ സേഫ്റ്റി മെഷേഴ്സ് നോക്കാതെ അവർ കൂടുതൽ പ്രൊഡക്ഷനായിട്ട് നോക്കുന്നത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് സ്കിൽസ് ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. ഇവർക്ക് ഇതിലുള്ള അറിവുണ്ടോ, പടക്കങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, അത് ചെക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇപ്പോൾ നിലവിലില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ പെസോയുടെ അല്ലെങ്കിൽ പെട്രോളിയം എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ അഭാവം കാരണം പീരിയോഡിക്കായിട്ട് ഇൻസ്പെക്ഷനും അവർക്ക് നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഫയർ വർക്സ് നിരന്തരം നമ്മൾ ന്യൂസിൽ കേൾക്കുന്നത്. നമുക്കിതിൽ വേ ഫോർവേഡായിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ബെറ്ററായിട്ട് കുറച്ചുകൂടെ ഹ്യൂമൻ റിസോഴ്സ് അതിൽ കൊണ്ടുവരിക, കുറച്ചുകൂടെ മെച്ചപ്പെട്ട ലോസ്, ഹയർ പെനാൽറ്റീസ്, സേഫ്റ്റി മെഷേഴ്സ് ഫോളോ ചെയ്യാത്തവർക്ക് ഹയർ പെനാൽറ്റീസ് കൊണ്ടുവരിക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്യുക എന്നതാണ് ഇതിൽ വേ ഫോർവേഡ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്, ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വുഹാനിലാണ് അത് ആരംഭിച്ചത്. അപ്പോൾ ഒത്തിരി രാജ്യങ്ങൾ ട്രംപിൻ്റെ നേതൃത്വത്തിൽ അവർ പറഞ്ഞു ഒരു കോൺസ്പിറസി തിയറി, ചൈനയിൽ നിന്ന് അവരൊരു കോൺസ്പിറസി തിയറി പ്രകാരം ചൈന മറ്റ് രാഷ്ട്രങ്ങൾ എക്കണോമിക്കലി തകർക്കാൻ വേണ്ടിയിട്ട് അവർ പുറത്ത് വിട്ട ഒരു വെപ്പണാണ് ഈ COVID-19 എന്ന് പറയുന്ന വൈറസ് എന്ന രീതിയിലുള്ള ഒരു കോൺസ്പിറസി തിയറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പരിശോധിക്കാനായിട്ട് WHO നേതൃത്വത്തിൽ ഒരു ടീം വുഹാനിൽ പോയി പഠനം നടത്തി. അതിൻ്റെ റിപ്പോർട്ട് അവർ പറഞ്ഞത് അനുസരിച്ച് അവിടെ കോൺസ്പിറസി തിയറി ഒന്നുമില്ല. അവർ മറ്റ് ഒരു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതിനെക്കുറിച്ച് സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നു എന്നാണ് അവർ പറഞ്ഞത്. കോൺസ്പിറസി തിയറി അവർ അപ്പാടെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് WHO കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. WHO എന്ന് പറയുന്നത് 1948 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ബെറ്റർ ഹെൽത്ത് കൊടുക്കുക, ലോകത്തിൽ എല്ലാവർക്കും ബെറ്റർ ഹെൽത്ത് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് WHO കൊണ്ടുവരുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്കറിയാം ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ്. പിന്നെ അതിൻ്റെ ഡയറക്ടർ ജനറൽ നമ്മൾ അറിഞ്ഞിരിക്കണം, ടെഡ്രോസ് അഥനം ഗബ്രിയേസിസ് ആണ് അതിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഈജിപ്ഷ്യനാണ്. ഇദ്ദേഹം ആദ്യമായിട്ട് WHO നേതാവാകുന്നു ഫസ്റ്റ് ആഫ്രിക്കൻ എന്ന് പറയുന്നത് ടെഡ്രോസ് അഥനം ഗബ്രിയേസിസ് ആണ്. ഇനി അടുത്ത വാർത്ത എന്ന് പറയുന്നത് ജെയിൻ ലെതർബാക്ക് ടർട്ടിലിനെ കുറിച്ചാണ്. ഈ ന്യൂസിൽ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനെ ഇപ്പോൾ കുറച്ചുകൂടെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് കുറച്ചുകൂടെ ടൂറിസം പ്രോസ്പെക്ട്സ് കൂട്ടാനുമായിട്ടുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ അത് എൻവയോൺമെൻറ്റൽ ഹാം ഉണ്ടാക്കും എന്നാണ് എൻവയോൺമെൻറ്റലിസ്റ്റ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സ്പീഷീസാണ് ഈ ജെയിൻ ലെതർബാക്ക് ടർട്ടിൽ എന്ന് പറയുന്നത്. നമ്മൾ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് ഒത്തിരി ന്യൂസിൽ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. അത് നമ്മുടെ ഗഹിർമാത ബീച്ചിൽ ഒഡീഷ സൈഡിലെല്ലാം അതിൻ്റെ നെസ്റ്റിംഗ് സൈറ്റ്സ് ഉണ്ട്.
അതുപോലെ ഈ ജെയിൻ ലെതർബാക്ക് ടർട്ടിലിൻ്റെ നെസ്റ്റിംഗ് സൈറ്റ്സ് മേജർലി ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടക്കുമ്പോഴത്തേനും അവരുടെ സസ്റ്റൈനബിലിറ്റിക്ക് അവിടെ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ സ്പീഷീസ് ന്യൂസിൽ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെയിൻ ലെതർബാക്ക് ടർട്ടിലിനെ പറ്റി ഒരു പൊതു ധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കുക. ജെയിൻ ലെതർബാക്ക് ടർട്ടിൽ എന്ന് പറയുന്നത് ലോകത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ 7 സ്പീഷീസ് ഓഫ് ടർട്ടിൽസ് ആണ് ഉള്ളത്. അതിൽ ഏറ്റവും ലാർജസ്റ്റ് സ്പീഷീസ് ആണ് ജെയിൻ ലെതർബാക്ക് ടർട്ടിൽ. അപ്പോൾ നമ്മൾ ചോദ്യങ്ങളിൽ ജെയിൻ ലെതർബാക്ക് ടർട്ടിലിനെ പറ്റി താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് പരിശോധിക്കുക എന്ന് പറഞ്ഞിട്ട് 2-3 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തരാം. എന്നിട്ട് 1 and 2 ആർ റൈറ്റ്, അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് വരാം. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഒരു ധാരണ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ അറിയാമെങ്കിൽ തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് അതിലൂടെ ആൻസർ കണ്ടെത്താൻ സാധിക്കും. പിന്നെ ജെയിൻ ലെതർബാക്ക് ടർട്ടിൽ ലാർജസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അത് എവിടെയാണ് കാണപ്പെടുന്നത്? അവിടെ കാണപ്പെടുന്നത് നല്ല വാമറായിട്ടുള്ള ഓഷനിലാണ് അത് കാണുന്നത്. ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും അത് കാണത്തില്ല. കുറച്ചുകൂടെ വാമറായിട്ടുള്ള സെൻട്രൽ ഏരിയാസിലാണ് അത് കൂടുതൽ കാണുന്നത്. ഇനി അടുത്ത് ഇന്ത്യൻ ഓഷനിൽ എവിടെയാണ് അത് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണ് കാണപ്പെടുന്നത്, അത് നമ്മൾ അറിയണം. ഇന്ത്യൻ ഓഷനിൽ നോക്കുവാണെങ്കിൽ ഇന്തോനേഷ്യ, ശ്രീലങ്ക, പിന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ്, അതിൻ്റെ തീരപ്രദേശത്താണ് ജെയിൻ ലെതർബാക്ക് ടർട്ടിലിനെ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഷെഡ്യൂൾ 1 പ്രകാരം പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ഒരു സ്പീഷീസ് ആണ് ജെയിൻ ലെതർബാക്ക് ടർട്ടിൽ എന്ന് പറയുന്നത്. ഷെഡ്യൂൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് 1972 ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു നിയമമാണ്. അത് പ്രകാരം നമ്മൾ പല ഷെഡ്യൂൾസ് ആയിട്ട് വൈൽഡ് ലൈഫിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഷെഡ്യൂൾ 1ഉം ഷെഡ്യൂൾ 2ഉം ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് വരുന്നതാണ്. പിന്നെ 3ഉം 4ഉം പ്രൊട്ടക്ഷൻ ഉണ്ട്, പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് അതിലുള്ളത്. പിന്നെ വരുന്നത് ഷെഡ്യൂൾ 5 വരുന്നുണ്ട്. ഷെഡ്യൂൾ 5 എന്ന് പറയുന്നത് വെർമിൻസിനെ പറ്റി, അതായത് നമ്മുടെ കൂടുതൽ ശല്യം ഉണ്ടാക്കുന്ന സ്പീഷീസ്, അങ്ങനത്തെ സ്പീഷീസിനെ കുറിച്ച് പറയുന്നത്, വെർമിൻസിനെ കുറിച്ച് പറയുന്നതാണ് ഷെഡ്യൂൾ 5 എന്ന് പറയുന്നത്. ഷെഡ്യൂൾ 6 എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ കുറിച്ച് പറയുന്നത് ഷെഡ്യൂൾ 6 ആണ്. ഇത്രയും കാര്യങ്ങൾ അതിലൊന്ന് ഓർത്തിരിക്കുക. പിന്നെ നമുക്കിതിൽ ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഈ ജെയിൻ ലെതർബാക്ക് ടർട്ടിൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ആൻഡമാൻ ഐലൻഡ്സിൽ ഏറ്റവും താഴെ ലിറ്റിൽ ആൻഡമാൻ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. അവിടെയാണ് ആൻഡമാൻ ഐലൻഡ്സ് കാണുന്നത്. അതിൻ്റെ താഴെ നിക്കോബാർ ഐലൻഡ്സിൽ ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ആ ഏരിയാസിലുമാണ് ഇതിൻ്റെ സ്പീഷീസ് കൂടുതലും കാണപ്പെടുന്നത്. ഇത്രയാണ് ജെയിൻ ലെതർബാക്ക് ടർട്ടിലിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ലാർജസ്റ്റ് സ്പീഷീസ് ആണ്, അത് എവിടെയാണ് കാണപ്പെടുന്നത്, ഇന്ത്യയിൽ എവിടെയാണ് കാണപ്പെടുന്നത്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ അത് ഏത് ഷെഡ്യൂളിലാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജെയിൻ ലെതർബാക്ക് ടർട്ടിലിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത് ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ്, മണ്ടു ഫെസ്റ്റിവൽ. മണ്ടു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റ്സ്, കരകൗശല വസ്തുക്കളിനെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് മണ്ടു ഫെസ്റ്റിവൽ. ഇത് ഏത് സ്റ്റേറ്റിലാണ് നടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ധാർ ഡിസ്ട്രിക്റ്റിൽ മണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നതുകൊണ്ടാണ് അതിനെ മണ്ടു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തെ അതിൻ്റെ തീം എന്ന് പറയുന്നത് ഖോജനെ മേ ഖോജാവോ എന്നായിരുന്നു അതിൻ്റെ തീം. ഫീൽ ലോസ്റ്റ് ഇൻ ഡിസ്കവറി, കണ്ടെത്തലുകളിൽ സ്വയം നഷ്ടപ്പെടും എന്നുള്ള ഒരു തീമാണ് മണ്ടു ഫെസ്റ്റിവൽ വന്നത്. അത് അത്ര റിലവൻ്റ് അല്ല, അത് എവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ റിലവൻ്റ് ആയിട്ടുള്ള. മധ്യപ്രദേശിലാണ്. എന്താണ് മണ്ടു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്? അതിൽ കരകൗശല വസ്തുക്കളുടെ ലോക്കൽ ഏരിയാസിൽ നിർമ്മിക്കപ്പെട്ട കരകൗശല വസ്തുക്കൾ അവിടെ ഡിസ്പ്ലേക്ക് വെക്കുന്നു. ആൾക്കാർ അത് വന്ന് കാണുന്നു, അത് പർച്ചേസ് ചെയ്യുന്നു. അങ്ങനത്തരത്തിലുള്ള ഒരു ഫെസ്റ്റിവലാണ് മണ്ടു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഓർത്തിരിക്കുക. ഇനി അടുത്ത് കുറച്ച് അപ്പോയിൻമെന്റ്സ് നോക്കാം. റീസെൻ്റ്ലി വന്ന പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ്സ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതിൻ്റെ ഡയറക്ടർ ജനറൽ, 7ാമത്തെ ഡയറക്ടർ ജനറൽ ആയിട്ട് പ്രഖ്യാപിച്ച വനിതയാണ് ഗോഷി ഇക്കോഞ്ചു ഐവേലിയ എന്ന് പറഞ്ഞ ഒരു വനിതയാണ്. ഈ വ്യക്തി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി പല മേഖലകളിലും വളരെ ഉന്നത സ്ഥാനത്ത് നിലനിന്ന ഒരു വ്യക്തിയാണ്. ആദ്യത്തെ ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് വ്യക്തിയാണ് ഈ ഒരു സ്ഥാനത്തെത്തുന്നത്. അതുപോലെ തന്നെ WTOയുടെ ഹെഡ് ആവുന്ന ആദ്യത്തെ വിമണും നോഷി ഒക്കോഞ്ചു ഐവേലിയ എന്ന് പറയുന്ന വനിതയാണ്. ഈ വനിത നൈജീരിയക്കാരിയാണ്. ഫിനാൻസ് മിനിസ്റ്ററായിട്ട് 2 ടേം സെർവ് ചെയ്തിട്ടുണ്ട്. ഫോറിൻ മിനിസ്റ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വേൾഡ് ബാങ്കിൻ്റെ MD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 2020 ഫോബ്സ് ആഫ്രിക്കൻ ഓഫ് ദ ഇയർ എന്ന അവാർഡിന് കിട്ടിയത് ഈ വനിതയ്ക്കായിരുന്നു. അപ്പോൾ നോഷി ഒക്കോഞ്ചു ഐവേലിയ എന്ന വ്യക്തിയാണ് WTOയുടെ 7ാമത്തെ ഡയറക്ടർ ജനറൽ. ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു ന്യൂസാണ്. WTOയുടെ 7ാമത്തെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ആഫ്രിക്കൻ ടു ഹെഡ് ദ മൾട്ടിലാറ്ററൽ ബോഡി WTO എന്ന് ചോദിക്കാം, ഫസ്റ്റ് വിമൻ ടു ഹെഡ് WTO എന്ന് ചോദിക്കാം. ഇതൊക്കെ ചോദിക്കുവാണെങ്കിലും
നോഷി ഒക്കോഞ്ചു ഐവേലിയാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത വേറൊരു അപ്പോയിൻമെൻ്റ് ആണ് UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിട്ട് ഒരു ഇന്ത്യൻ വംശജ അവിടെ അപ്പോയിൻ്റ് ഉഷാ റാവോ മൊണാറി എന്ന് പറയുന്ന വ്യക്തിയാണ്. അതൊരു അത്ര റിലവൻ്റ് അല്ല കമ്പാരിറ്റീവ്ലി, പക്ഷേ അതൊരു ഇന്ത്യൻ വംശജ ആയതുകൊണ്ടാണ് അത് ന്യൂസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പെർസ്പെക്റ്റീവിൽ UNDPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക, ന്യൂയോർക്കിലാണ്. നേരത്തെ നമ്മൾ WTO പറഞ്ഞു, WTOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവയിലാണ്. UNDPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്കിലാണ്. ഈ വ്യക്തി നേരത്തെ ഗ്ലോബൽ വാട്ടർ ഡെവലപ്മെൻറ്റ് പാർട്ട്നേഴ്സിലെ CEO ആയിട്ടൊക്കെ സെർവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഉഷാ റാവോ മൊണാറി എന്ന വ്യക്തിയാണ് ഇപ്പോൾ റീസെൻ്റ്ലി UNDPയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് എന്നൊരു പൊസിഷനിൽ വന്നത്. ഇനി അടുത്തൊരു അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് UNCDF എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഹെഡ് ചെയ്യാനായിട്ട് ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള വ്യക്തിനെയാണ് ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തത്. ആ വ്യക്തിയുടെ പേര് പ്രീതി സിൻഹ എന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. UNCDFനെ ഹെഡ് ചെയ്യുന്ന ഇന്ത്യൻ ഒറിജിനുള്ള ലേഡി ആരാണ് ചോദിക്കുകയാണെങ്കിൽ പ്രീതി സിൻഹയാണ്. UNCDF എന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലുള്ള ഫിനാൻസ് മോഡൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു രാഷ്ട്രത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോവുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആ രാഷ്ട്രത്തിൻ്റെ അടിത്തട്ടിൽ പല തട്ടിലും എങ്ങനെയാണത് ചെന്നെത്തുന്നത്, പോവർട്ടിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, അവിടുത്തെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ഇത്തരത്തിലുള്ള മോഡൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് UNCDF അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെഡായിട്ടാണ് പ്രീതി സിൻഹ ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. UNCDFനെ കുറിച്ച് പറയുകയാണെങ്കിൽ ന്യൂയോർക്കിലാണ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ UNDPയും ന്യൂയോർക്കിൽ തന്നെയാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. UNCDF 1966 അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി അടുത്ത ഓർക്കേണ്ട ഒരു അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് DRC, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. കോങ്കോയുടെ പേരിൽ തന്നെ 2 രാഷ്ട്രങ്ങളുണ്ട്. ഒന്ന് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുണ്ട്, പിന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും ഉണ്ട്. അപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ യുടെ പ്രൈം മിനിസ്റ്ററിനെ റീസെൻ്റ്ലി അപ്പോയിൻറ്റ് ചെയ്തു. ആ വ്യക്തിയുടെ പേര് ജീൻ മൈക്കിൾ സമ ലുക്കോണ്ടെ എന്നാണ് ആ വ്യക്തിയുടെ പേര്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ക്യാപിറ്റൽ നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഓർക്കുക. അത്ര റിലവൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, നോക്കിയും വിട്ടാൽ മതി. കിൻഷാസ എന്നതാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ക്യാപിറ്റൽ. കോങ്കോളീസ് ഫ്രാങ്ക് ആണ് അതിൻ്റെ കറൻസി എന്ന് പറയുന്നത്. ഈ അപ്പോയിൻ്റ് ചെയ്ത പ്രൈം മിനിസ്റ്ററുടെ പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ജീൻ മൈക്കിൾ സമ ലുക്കോണ്ടെ, പ്രൈം മിനിസ്റ്റർ ഓഫ് DRC അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഇനി അടുത്ത നാഷണൽ അഫയേഴ്സിൽ വന്നൊരു ന്യൂസാണ് ഈ ചവാനി പോർട്ടൽ. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിക്കുന്നത് രാജ്നാഥ് സിംഗ് ആണ്. അദ്ദേഹമാണ് അത് ലോഞ്ച് ചെയ്തത്. എന്താണ് ഈ ചവാനി പോർട്ടൽ? ഈ ചവാനി പോർട്ടൽ എന്ന് പറയുന്നത് കണ്ടോൺമെൻറ്റ് ബോർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പോർട്ടലാണ്. എന്താണ് കണ്ടോൺമെൻറ്റ് ബോർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന നമ്മുടെ ഡിഫൻസിൻ്റെ ഏരിയാസിനെ നിയന്ത്രിക്കുന്ന ഡിഫൻസിൻ്റെ ഫാമിലീസും അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ഏരിയയാണ് കണ്ടോൺമെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് പോലെ തന്നെ ഇതിനെ നിയന്ത്രിക്കുന്നത്, ഈ ഏരിയാസിനെ നിയന്ത്രിക്കുന്നത് കണ്ടോൺമെൻറ്റ് ബോർഡ്സ് ആയിരിക്കും. ഇങ്ങനെ ഇന്ത്യയിൽ മൊത്തം 62ഓളം കണ്ടോൺമെൻറ്റ് ബോർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടോൺമെൻറ്റ് ബോർഡ്സിൽ അറൗണ്ട് 20 lakh സിറ്റിസൺസ് താമസിക്കുന്നുണ്ട് ഈ ഏരിയാസിൽ. അപ്പോൾ ഇവരുടെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഒരു പോർട്ടലാണ് ഈ ചവാനി പോർട്ടൽ. ഇവരുടെ ദൈനംദിന ആവശ്യങ്ങളിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്മാർട്ട് ഗവേണൻസ് പോർട്ടലാണ് ഈ ചവാനി പോർട്ടൽ എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്ന കുറച്ച് പേര് ഒരുമിച്ച് ചേർന്നിട്ടാണ്. ഈ ഗവൺമെൻറ് ഫൗണ്ടേഷൻ, ബേൽ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, പിന്നെ ഡയറക്ടർ ജനറൽ ഡിഫൻസ് എസ്റ്റേറ്റ്സ്, നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ, ഇങ്ങനെ ഒരു ജോയിൻ്റ്ലി ഡെവലപ്പ് ചെയ്ത ഒരു പോർട്ടലാണ് ഈ ചവാനി പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഏരിയാസിലുള്ളവരുടെ ലീസ് റിന്യൂ ചെയ്യാൻ, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ കൊടുക്കാനായിട്ട്, പിന്നെ വാട്ടർ സെവറേജ് കണക്ഷൻ കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻ, ട്രേഡ് ലൈസൻസ്, പിന്നെ ടാക്സ് പേയ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ പെട്ടെന്നും സുതാര്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പോർട്ടലാണ് ഈ ചവാനി പോർട്ടൽ. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരുന്നാൽ മതി. കണ്ടോൺമെൻറ്റ് ബോർഡ്സിനുള്ള സ്മാർട്ട് ഗവേണൻസിനെ ഉദ്ദേശിച്ച് കൊണ്ടുവന്ന ഒരു പോർട്ടലാണ് ഈ ചവാനി പോർട്ടൽ. ഇനി അടുത്ത് മറ്റൊരു ന്യൂസാണ് മാ സ്കീം. മാ സ്കീം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു സ്കീമാണ്. മമതാ ബാനർജിയാണ് ഇപ്പോൾ നിലവിലെ CM. അവിടെ ഇലക്ഷൻ വരാൻ പോകുന്നു. ആ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് ഒരു പോപ്പുലിസ്റ്റ് മെഷർ എന്ന രീതിയിലാണ് അവിടെ ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്.
മാസ് സ്കീം എന്ന് പറയുന്നത് സബ്സിഡൈസ്ഡ് പ്രൈസിൽ ഫുഡ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അരിയും വെജിറ്റബിൾസും മുട്ടയും ഡാലും എല്ലാം ചേർന്ന് കുക്ക് ചെയ്ത റൈസ് ഇതെല്ലാം ചേർന്ന് 5 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു മാറ്റ് കിച്ചൺസ്, അതാണ് ഈ ഒരു സ്കീമിലൂടെ കൊണ്ടുവരുന്നത്. ഇത് നേരത്തെ ഉള്ള പല സ്കീമുകളുടെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ കർണാടകയിൽ ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീമുണ്ട്, തമിഴ്നാട്ടിൽ അമ്മ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ സ്കീമുണ്ട്, ഇപ്പോൾ കേരളയിൽ നോക്കുവാണെങ്കിൽ ഹങ്കർ ഫ്രീ കേരള എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ഇതെല്ലാം സബ്സിഡൈസ്ഡ് ആയിട്ട് രീതിയിൽ ഫുഡ് കൊടുക്കുന്ന പ്രോഗ്രാംസ് ആണ്. ഇതിന് ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തത് മാസ് സ്കീം എന്ന് പറയുന്നത് ഈ മമതാ ബാനർജി ആണ് എന്ന് ഓർത്തിരിക്കുക. എന്താണ് ഈ മാസ് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇതിനോടൊപ്പം തന്നെ മാസ് സ്കീമിനോടൊപ്പം തന്നെ ദൗരേ സർക്കാർ സ്വാസ്ഥ്യ സാഥി എന്ന് പറഞ്ഞ മറ്റു 2 പ്രോഗ്രാംസും ലോഞ്ച് ചെയ്തിരുന്നു. ദൗരേ സർക്കാർ എന്ന് പറയുന്നത് ഗവൺമെൻറ് സർവീസസ് വീടുകളിൽ എത്തിക്കുന്ന ഒരു സ്കീമാണ്. കുറച്ചുകൂടെ എളുപ്പത്തിൽ അവർക്ക് സർവീസസ് ഒക്കെ അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദൗരേ സർക്കാരിൻ്റെ ലക്ഷ്യം. സ്വാസ്ഥ്യ സാഥി എന്ന് പറയുന്നത്, സ്വാസ്ഥ്യം എന്ന് പറയുന്നത് ഹെൽത്ത് ആണ്, ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് ആണ് സ്വാസ്ഥ്യ സാഥി എന്ന് പറയുന്നത്. ഇത് 3ഉം വെസ്റ്റ് ബംഗാളിൽ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്യപ്പെട്ട സ്കീമുകളാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്, ഗ്ലോബൽ ട്രീ സിറ്റി സ്റ്റേറ്റസ് കിട്ടിയത് ഏത് സിറ്റിക്കാണ്? ഇന്ത്യയിൽ ഒരേ ഒരു സിറ്റിക്കാണ് അത് കിട്ടിയത്, അത് ഹൈദരാബാദിനാണ്. ഇത് എന്താണ് ട്രീ സിറ്റി സ്റ്റേറ്റസ് എന്ന് പറയുന്നത്? അതിൻ്റെ എത്രത്തോളം ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ എത്രത്തോളം മരങ്ങളുണ്ട് എന്ന്, ഒരു സിറ്റിയിൽ എത്രത്തോളം മരങ്ങളുണ്ട് എന്ന് അനുസരിച്ചാണ് ഈ ഒരു അവാർഡ് കൊടുക്കപ്പെടുന്നത്. ഇത് കൊടുക്കുന്ന അഫോർഡേ ഫൗണ്ടേഷനും UN-യുടെ FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും ചേർന്നിട്ടാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ഹരിതഹരം എന്ന് പറയുന്ന ഒരു സ്കീം തെലങ്കാന സർക്കാർ അവർ നടപ്പിലാക്കിയിരുന്നു. ഈ ഒരു സ്കീം പ്രകാരം സിറ്റീസിൻ്റെ നടുക്കെല്ലാം അവർ ഒത്തിരി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ സഹായം കൊണ്ടാണ് ഒത്തിരി മരങ്ങൾ, ഹൈദരാബാദ് സിറ്റിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് റോഡ് സൈഡിലെല്ലാം ഒത്തിരി മരങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇതിന് ട്രീ സിറ്റി സ്റ്റേറ്റസ് കിട്ടിയത്. നമുക്ക് ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഗ്ലോബൽ ട്രീ സിറ്റി സ്റ്റേറ്റസ് ഏത് സ്റ്റേറ്റിനാണ്, ഏത് സിറ്റിക്കാണ് കിട്ടിയത്? അത് ഹൈദരാബാദിനാണ് എന്ന് ഓർത്തിരിക്കുക. പിന്നൊരു പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത് വേൾഡ് ലീഡർഷിപ്പ് കോൺഗ്രസ്. അതിൻ്റെ 19ാമത്തെ എഡിഷൻ ഇപ്പോൾ നടന്നു. അതിൽ പ്രധാനപ്പെട്ട ചില അവാർഡ്സ് ഒന്ന് ഓർത്തിരിക്കുക. അതിൽ ബിസിനസ് ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത് PTC ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ്. ഇവർ ബേസിക്കലി പവർ ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്. ഇവരുടെ കീഴിൽ തന്നെ ഇവർ ഗ്രീൻ ടെക്നോളജി അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി പ്രോഡക്ട്സിനൊക്കെ ഒത്തിരി ഫണ്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ബിസിനസ് ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത്. PTC ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ ആദ്യം ഉണ്ടാക്കപ്പെട്ട അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്പനിയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഓർക്കേണ്ട ഒരു പേരാണ് പ്രവീർ കൃഷ്ണ. ട്രൈഫെഡ് അല്ലെങ്കിൽ ട്രൈബൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ് ട്രൈഫെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ MD ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പ്രവീർ കൃഷ്ണ. അപ്പോൾ ഒത്തിരി അവാർഡ്സ്, CEO ഓഫ് ദ ഇയർ, ബ്രാൻഡ് ബിൽഡർ ഓഫ് ദ ഇയർ, എൻ്റർപ്രീനർ ഓഫ് ദ ഇയർ, ഈ അവാർഡ്സ് എല്ലാം ഈ ഒരു വ്യക്തിക്കാണ് കിട്ടിയത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് പ്രവീർ കൃഷ്ണ എന്ന് പറയുന്നത്. വേൾഡ് ലീഡർഷിപ്പ് കോൺഗ്രസ്സിൽ CEO ഓഫ് ദി ഇയർ ആയത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രവീർ കൃഷ്ണയാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ, ട്രൈഫെഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ബേസിക്കലി ട്രൈബൽ പ്രോഡക്ട്സിന് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിന് മാർക്കറ്റിലെത്തി അവർക്ക് ഒരു സസ്റ്റൈനബിലിറ്റി, ഒരു നല്ല വരുമാനം ഉണ്ടാക്കി കൊടുക്കുക, അതാണ് ഇതിൻ്റെ. അവർക്കൊരു ഉപജീവനം ഉണ്ടാക്കി അവർക്ക് കുറച്ചുകൂടെ അവരുടെ ലൈഫ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക, അതാണ് ട്രൈഫെഡിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം വന്നതിന് ശേഷം ഇദ്ദേഹം ഈ ട്രൈബൽ പ്രോഡക്ട്സിന് നമ്മളിപ്പോൾ ഓൺലൈൻ ഡെലിവറി കൊടുക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും അതുപോലത്തെ കുറേ ആക്ടിവിറ്റീസ് ഇദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ അതുവഴി കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ ആ സംഭാവനകളൊക്കെ മാനിച്ചിട്ടാണ് പ്രവീർ കൃഷ്ണ എന്ന വ്യക്തിക്ക് CEO ഓഫ് ദി ഇയർ, ബ്രാൻഡ് ഓഫ് ദി ഇയർ, ബ്രാൻഡ് ബിൽഡർ ഓഫ് ദി ഇയർ, എൻ്റർപ്രീനർ ഓഫ് ദി ഇയർ എന്നീ അവാർഡ്സ് കൊടുത്തത്. എക്സലൻസ് ഇൻ PSU എന്ന് പറയുന്ന അവാർഡുണ്ട്. PSU എന്ന് പറയുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്. അതിൻ്റെ അവാർഡ് കിട്ടിയിരിക്കുന്നത് ട്രൈഫെഡിന് തന്നെയാണ്. അടുത്ത ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നോക്കാം. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് അർജുൻ എന്ന് പറയുന്ന ടാങ്ക് ഇന്ത്യൻ ആർമിയിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇൻഡക്ട് ചെയ്തു. ഇത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കപ്പെട്ട DRDO ഡിസൈൻ ചെയ്ത ഒരു ടാങ്കാണ്. DRDOയുടെ തന്നെ കോമ്പാറ്റ് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന പ്രോഗ്രാമിൻ്റെ കീഴിലാണ് അർജുൻ അല്ലെങ്കിൽ MK1A എൻ്റെ സീരീസിലുള്ള MK1A ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ആർമിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ടാങ്ക് ആണ് എന്നുള്ളത് കാര്യം നമ്മൾ ഓർത്തിരിക്കുക. വളരെയധികം ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, മൊബിലിറ്റി വളരെ കൂടിയത്, ഷൂട്ടിംഗ് റേഞ്ചിൽ മറ്റൊരു ടാങ്കിനെ തകർക്കാൻ പറ്റുന്ന
എബിലിറ്റി ഉള്ള, മറ്റു ടാങ്കിൻ്റെ കവചത്തിന് തകർക്കാൻ കഴിവുള്ള കേപ്പബിലിറ്റി ഉള്ള ടാങ്കാണ് അർജുൻ എന്ന് പറയുന്ന ടാങ്ക്. പിന്നെ റീസെൻ്റ്ലി നമ്മൾ ചെന്നൈ ന്യൂസിൽ വന്നിരുന്നു. ചെന്നൈനെ ഒരു ബാറ്റിൽ ടാങ്കിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റും എന്നാണ് ഇപ്പോൾ റീസെൻ്റ്ലി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ 2 ഡിഫൻസ് കോറിഡോഴ്സാണ് നമുക്കിപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് യു പിയിലും ഒന്ന് തമിഴ്നാട്ടിലുമാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ ചെന്നൈ, സേലം, ഹോസൂർ, കോയമ്പത്തൂർ ഇങ്ങനെ ഒരു പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു ഹബ്ബ് അവർ ഫോം ചെയ്യുന്നത്, ഈ ഒരു കോറിഡോർ അവർ പ്ലാൻ ചെയ്യുന്നത്. ചെന്നൈനെ അതിൽ ബാറ്റിൽ ടാങ്കിൻ്റെ ഹബ്ബാക്കി മാറ്റാനാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഡിഫൻസ് എക്സ്പോ എംപവറിംഗ് MSME 2021 ഇത് നടന്നത് ചെന്നൈ വെച്ചിട്ടാണ് ഈ ഒരു എക്സ്പോ നടന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഓർത്തിക്കേണ്ടത്. ഇനി അടുത്തൊരു ഡിഫൻസ് റിലേറ്റഡ് ന്യൂസാണ് INS കരഞ്ച് എന്ന് പറയുന്ന സബ്മറീൻ്റെ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. INS കരഞ്ച് എന്ന് പറയുന്നത് ഒരു സ്കോർപിയൻ ക്ലാസ് സബ്മറീനാണ്. എന്താണ് സ്കോർപിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ, പ്രൊജക്ട് 75 എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ കീഴിൽ ഉണ്ടാക്കപ്പെട്ട 6 സബ്മറീൻസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പെട്ട സബ്മറീൻസ് നമ്മൾ സ്കോർപിയൻ ക്ലാസ് സബ്മറീൻസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സബ്മറീൻ എന്ന് പറഞ്ഞാൽ കൽവറി എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടാക്കപ്പെട്ട ഫസ്റ്റ് സബ്മറീൻ. ഇവിടെ തന്നെ കൽവരി ക്ലാസ് സബ്മറീൻസ് എന്നും പറയാറുണ്ട്. ഇതിൻ്റെ 3ാമത്തെ സബ്മറീനാണ് കരഞ്ച്. ഇനി ഇത് കൂടാതെ ഇനി അടുത്ത പ്ലാനിലുള്ളത് INS വേല, വാഗിർ, വാക്ഷീർ. ഇതാണ് ഇനി പ്ലാനിലുള്ള മറ്റ് 3 സബ്മറീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകത, ഇത് ഏത് രാഷ്ട്രവുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ഉണ്ടാക്കപ്പെടുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫ്രഞ്ച് കമ്പനി ആയിട്ടാണ് ഇതിൻ്റെ ടെക്നിക്കൽ നോളജിൻ്റെ ഷെയറിങ് നടക്കുന്നത്. പിന്നെ MDL അല്ലെങ്കിൽ മസ്ഗാവൺ ഡോക്ക് ലിമിറ്റഡ്, അത് മുംബൈയിലാണ്, അവിടെയാണ് ഇത് ഉണ്ടാക്കപ്പെടുന്നത്. ഒരു ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് സബ്മറീനാണ്. പ്രോജക്ട് 75യുടെ കീഴിലാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ INS കരഞ്ചിൽ നമ്മൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത് സയൻസ് ആൻഡ് ടെക്കിലെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് പെർസീവറൻസ് എന്ന് പറയുന്ന ഒരു റോവർ നാസ മാർസിൽ ഇപ്പോൾ സേഫ് ലാൻഡിങ്ങിന് ചെയ്യാൻ പറ്റി. അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആസ്ട്രോബയോളജി ലാബ് എന്ന് കരുതപ്പെടുന്ന എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ലാബാണ് ആക്ച്വലി പെർസീവറൻസ് റോവർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ വിക്ഷേപിച്ച് 7 മിനിറ്റ്സ് ഓഫ് ടെറർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ, 7 മിനിറ്റ്സ് ഓഫ് ടെറർ എന്ന് പറയുന്നത് പാരച്യൂട്ടിൽ സൂപ്പർ സോണിക് സ്പീഡിൽ വന്നിട്ട് പിന്നീട് ആ പാരച്യൂട്ടിനെ വിട്ട് ഒരു 7 മിനിറ്റിലാണ് അത് സേഫായിട്ട് താഴെ ലാൻഡിലെത്തുന്നത് മാർസിൻ്റെ. അപ്പോൾ ഈ ഒരു സമയം 7 മിനിറ്റ് എടുക്കും. ഈ ഒരു 7 മിനിറ്റിൽ സേഫായിട്ട് എത്തുമോ ഇല്ലയോ എന്നുള്ള ഒരു റിസ്ക് ഫാക്ടറുണ്ട്. അതിനെയാണ് നമ്മൾ 7 മിനിറ്റ്സ് ഓഫ് ടെറർ എന്ന് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടത്. അപ്പോൾ അതിനെ തരണം ചെയ്ത് സേഫായിട്ട് ഇപ്പോൾ അതിന് ലാൻഡ് ചെയ്യാനായിട്ട് പറ്റി. അത് ലാൻഡ് ചെയ്ത പ്ലേസ് മാർസിൻ്റെ ഒരു ജസീറോ ക്രേറ്റർ എന്ന് പറയുന്ന സ്ഥലത്താണത് അവിടെ പ്ലേസ് ഇറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ചില വളരെ പ്രത്യേകതകളൊക്കെ ഉള്ള റോവറാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആസ്ട്രോബയോളജി ലാബ് ഉണ്ട് അതിനകത്ത്. അതിൽ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതിൽ ജീവാംശം ഉണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർഗാനിസംസ്, വെള്ളത്തിൻ്റെ അംശമുണ്ടോ, മൈക്രോ ഓർഗാനിസം മീൻസ് ആ ഒരു ടൈം കഴിഞ്ഞിട്ട് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരു ഹ്യൂമൻ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. എന്തായാലും പെർസീവറൻസ് എന്ന് പറയുന്നത് നാസയുടെ ആണ് എന്ന് ഓർത്തിരിക്കുക. അത് മാർസിലാണ് വിക്ഷേപിച്ചത് എന്ന് ഓർത്തിരിക്കുക. ഇനി കേരള റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം. കേരള റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ റീസെൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് ആണ് അതിൽ നോക്കുന്നത്. അതിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇപ്പോൾ ക്യാബിനറ്റ് എല്ലാം തീരുമാനിച്ചത് ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിനെയാണ്. അദ്ദേഹം ex-IAS ഓഫീസറാണ്. കൊല്ലത്തെ കളക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മാർച്ച് 31 വരെ VS ഭാസ്കരനായിരിക്കും. അതിനുശേഷം ഷാജഹാൻ ആയിരിക്കും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ചാർജ് എടുക്കുന്നത്. പിന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് വിശ്വാസ് മെഹ്ത്ത എന്ന് പറയുന്ന വ്യക്തിനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതും ഫൈനൽ സ്റ്റേജിലാണ്. ഇത് ഓപ്പോസിഷൻ ലീഡർ ഇതിൽ ഒപ്പുവെക്കണം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഫൈനലൈസ് ആവത്തുള്ളൂ. എങ്കിലും വിശ്വാസ് മെഹ്ത്ത തന്നെയായിരിക്കും മിക്കവാറും ഇതിൽ വരാൻ പോകുന്നത്. അദ്ദേഹം ഒരു ex-IAS ഓഫീസറാണ്. പിന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ആയിട്ട് തപൻ റായ്ഗുരു എന്ന് പറയുന്ന വ്യക്തിനെ ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തു. സ്റ്റാർട്ടപ്പ് മിഷനിൽ ഈ തപൻ റായ്ഗുരു എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം IIT ഖരഗ്പൂരിൽ പഠിച്ചു. IIM കൽക്കട്ടയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. പിന്നെ കോർപ്പറേറ്റ് സെക്ടറിൽ വളരെ ഹൈ പോസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്.
അദ്ദേഹത്തിനെയാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് മിഷൻ്റെ CEO ആയിട്ട് കേരളത്തിൽ നമ്മളിപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ന്യൂസാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ്സ് ഇപ്പോൾ റീസെൻ്റ്ലി അനൗൺസ് ചെയ്തു. 25,000 രൂപയും അവാർഡും പ്രശസ്തി പത്രവുമാണ് ഇതിൽ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ബെസ്റ്റ് നോവലായിട്ട് പ്രഖ്യാപിച്ചത് മീശയാണ്, എസ് ഹരീഷിൻ്റെ മീശ. വളരെ വിവാദമായിട്ടുള്ള നോവലാണ്. അതിൽ ചില പരാമർശങ്ങളിലൊക്കെ ഒത്തിരി പൊളിറ്റിക്കലി ഒത്തിരി പേര് വിവാദമാക്കി. ഇതിന് അവാർഡ് കൊടുത്ത സമയത്തും അത് വീണ്ടും ന്യൂസിൽ വന്നു. അത് വളരെയധികം ചർച്ചയിൽ വന്ന ഒരു നോവലാണ്. പിന്നെ ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറി ചെറുകഥ വിഭാഗത്തിൽ അവാർഡ് കിട്ടിയത് വിനയ് തോമസിൻ്റെ രാമച്ചി എന്ന് പറയുന്ന ഒരു കഥാ സമാഹാരത്തിനാണ്. ഇത് മലബാറിലുള്ള കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങളും അവിടെയുള്ള മനുഷ്യബന്ധങ്ങളും അതൊക്കെയാണ് ഇതിൽ 7 കഥകളിലായിട്ടാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത്. രാമച്ചി വിനയ് തോമസ് ആണ് എഴുതിയത് എന്ന് ഓർത്തിരിക്കുക. പിന്നെ ബെസ്റ്റ് പോയട്രി രാത്രി 12:30 ഒരു താരാട്ട്, പി രാമൻ്റെ രാത്രി 12:30 ഒരു താരാട്ട്, അതിനാണ് ബെസ്റ്റ് പോയട്രി ഇനത്തിൽ സമ്മാനം കിട്ടിയത്. ഇനി നമുക്ക് ഇത്രയും നോക്കിയ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാം. കലാദാൻ പ്രോജക്റ്റ് ആരുമായിട്ടാണ് ചെയ്യുന്നത്? നമുക്കറിയാം മ്യാൻമാറാണ്. പെസോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹൈദരാബാദിലാണ്. WHO ഡയറക്ടർ ജനറലായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചത് ആരെയാണ്? നോഷോ ഇക്കോഞ്ചു ഐവേലിയയാണ്. ജെയിൻ ലെതർബാക്ക് ടർട്ടിൽ ഇൻ ഇന്ത്യ എവിടെ കാണും? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ കാണും. മണ്ടു ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കുന്നത്? മധ്യപ്രദേശിലാണ്. ധാർ ഡിസ്ട്രിക്റ്റിൽ മണ്ടു എന്ന് പറയുന്ന സ്ഥലത്താണ് നടക്കുന്നത്. 7th ഡയറക്ടർ ജനറൽ ഓഫ് WTO. ഇനി നമുക്ക് ഇത്രയും പഠിച്ച് ഒന്ന് പെട്ടെന്ന് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്യാം. കലാദാൻ പ്രോജക്റ്റ് ആരുമായിട്ടാണ്? മ്യാൻമാറാണെന്ന് നമുക്കറിയാം. പെസോ പെട്രോളിയം എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹൈദരാബാദിലാണ്. WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഡനമാണ് അതിൻ്റെ ഡയറക്ടർ ജനറൽ. ജൈൻ ലെതർബാക്ക് ടർട്ടിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഇന്ത്യയിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ്. മണ്ടു ഫെസ്റ്റിവൽ എവിടെയാണ് നടക്കുന്നത്? മധ്യപ്രദേശിലെ ധാർ ഡിസ്ട്രിക്റ്റിലാണ്. 7th ഡയറക്ടർ ജനറൽ ഓഫ് WTO ആരാണ്? നോഷി ഒക്കോഞ്ചു ഐവേലിയയാണ് WTOയുടെ 7th ഡയറക്ടർ ജനറൽ. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് UNCDF-ൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പ്രീതി സിൻഹേനെയാണ്, ഇന്ത്യൻ വംശജയായിട്ടുള്ള പ്രീതി സിൻഹയാണ്. പ്രൈം മിനിസ്റ്റർ ഓഫ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ജീൻ മൈക്കേൽ സൊമോ ലുക്കോണ്ടെ എന്ന വ്യക്തിയാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് റീസെൻ്റ്ലി അപ്പോയിന്റ് ചെയ്തത്. ഇനി അടുത്ത് ഈ ചവാനി പോർട്ടൽ എന്താണ്? ഈ ചവാനി പോർട്ടൽ എന്ന് പറയുന്നത് കന്റോൺമെന്റ് ബോർഡ്സിന് അതിൽ താമസിക്കുന്ന സിവിലിയൻസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് ഗവേണൻസിന് വേണ്ടി കൊണ്ടുവന്ന പോർട്ടലാണ്. മാസ് സ്കീം എന്ന് പറയുന്നത് സബ്സിഡൈസ്ഡ് പ്രൈസിൽ ഫുഡ് 5 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു സ്കീമാണ്. ട്രീ സിറ്റി സ്റ്റേറ്റസ് കിട്ടിയത് ആർക്കാണ്? ഹൈദരാബാദ് സിറ്റിക്കാണ്. CEO ഓഫ് ദ ഇയർ അവാർഡ് ഈ വർഷത്തെ കോൺഗ്രസിൽ കൊടുത്തത് ആർക്കാണ്? CEO ഓഫ് ദ ഇയർ അവാർഡ് ആർക്കാണ് ഈ വർഷം കിട്ടിയത്? വേൾഡ് ലീഡർഷിപ്പ് കോൺഗ്രസ്സിൽ പ്രവീർ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിക്കാണ് CEO ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചോദ്യം തരാം. കഴിഞ്ഞ ആഴ്ചയിൽ IM വിജയൻ, നമുക്കറിയാം കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോളർ ആണ്, ഇന്ത്യയുടെ അഭിമാനമായ കേരളത്തിൻ്റെ അഭിമാനമായ വ്യക്തിയാണ്. ഇദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു കാരണത്താൽ ന്യൂസിൽ വന്നിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനത്തിൽ അപ്പോയിന്റ് ചെയ്തു. അത് എന്താണ് എന്ന് നിങ്ങൾ നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.